ഞാൻ +1 +2 പഠിക്കുന്ന സമയത്താണ് ഫസ്റ്റ് ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അത് വളരെ പെട്ടെന്ന് കണ്ടൊരു കോള് വന്നു, അങ്ങനെ പോയി ചെയ്തു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഠനത്തിനോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഷൂട്ട് എന്നുള്ള രീതിയിൽ അതും നടന്നു പോകും. പക്ഷെ അപ്പോഴൊന്നും സിനിമ എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നില്ല. എന്റെ ആഗ്രഹം ജേർണലിസ്റ്റ് ആവണമെന്നായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിത്തം കൊണ്ടുപോകുമായിരുന്നു. ബട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു മാഗസിന്റെ കവർ വന്നു. അത് കണ്ടിട്ട് ഒരു സീരിയലിലേക്കുള്ള ഓഫർ വന്നു. ആ സീരിയൽ കണ്ടിട്ട് ഒരു സിനിമയിലേക്കുള്ള ഓഫർ വന്നു. അല്ല, സീരിയൽ കണ്ട് കുറച്ച് മോഡലിംഗ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു സിനിമയിലേക്കുള്ള ഓഫർ വന്നു. ഇതിന്റെ ഇടയിൽ 2 വീഡിയോ ആൽബംസ് ചെയ്തു. അപ്പൊ അത് ചെയ്തത് ലോഹിസ് ആർട്ട് അസോസിയേറ്റ്സ് ആയിരുന്നു. അങ്ങനെ സിനിമയിലേക്കുള്ള ഒരു കണക്ഷൻ വന്നു. അങ്ങനെ പടിപടിയായി ഞാൻ പോലും പ്രതീക്ഷിക്കാതെയാണ് സിനിമയിലേക്ക് എത്തിയത്. ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോഴാണ് ഞാൻ നായികയായിട്ടുള്ള കപ്പൽ മുതലാളി എന്ന് പറയുന്ന ഫസ്റ്റ് പടം ചെയ്യുന്നത്. ഫസ്റ്റ് ആങ്കർ ചെയ്ത് തുടങ്ങുന്നത് ഞാൻ +1 സമയത്താണ്. എനിക്ക് ഈ ഒരു മേഖല തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. താല്പര്യം മീൻസ് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കയ്യെത്താവുന്ന ദൂരത്തിനകലെയാണ് സിനിമ എന്നൊക്കെയുള്ള ധാരണയായിരുന്നു. സ്കൂൾ പഠനം, അത്യാവശ്യം ഡാൻസ് അങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ബട്ട് ആങ്കറിങ് ചെയ്തു തുടങ്ങിയ സമയത്ത് അതെനിക്ക് ഇഷ്ടമായി. കുറച്ചുകൂടി ആങ്കറിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയ രീതിയിൽ MC ആയിട്ട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തു തുടങ്ങി. അതിനുശേഷം സീരിയൽ ചെയ്തപ്പോൾ അതും എനിക്ക് ഇഷ്ടമായി. അപ്പോഴും സിനിമ എന്നുള്ളത് മനസ്സിലില്ല. പക്ഷെ സീരിയൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് സിനിമയിൽ ട്രൈ ചെയ്തുകൂടാ, സിനിമ ചെയ്യാമായിരുന്നു ആദ്യം എന്നൊക്കെ സംസാരിച്ചു തുടങ്ങി. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചു തുടങ്ങിയത്. പക്ഷെ അപ്പോഴും എങ്ങനെ സിനിമയിലേക്ക് എത്തും എന്നുള്ളതൊന്നും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നില്ല. നമുക്ക് സിനിമയിൽ ആരും കണക്ഷൻസ് ഒന്നുമില്ല. എനിക്കിപ്പോഴും ഗോഡ് ഫാദർ ഒന്നുമില്ല സിനിമയില്. അപ്പോൾ സിനിമയിലേക്ക് എത്തണം എന്ന് വിചാരിച്ചാലും അതിനുള്ള വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോന്ന് ചെയ്ത സമയത്തും അത് ഞാൻ ആസ്വദിച്ച് ചെയ്തിരുന്നു. ഇപ്പൊ സിനിമ അഭിനയം ഞാൻ ആസ്വദിക്കുന്നു. ഇതുവരെ ചെയ്തതെല്ലാം ഞാൻ ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം തീരെ സെലക്റ്റീവ് ആയിരുന്നില്ല സിനിമയിൽ വന്ന സമയത്ത്. കാരണം എനിക്ക് കുറച്ച് പടങ്ങൾ ചെയ്യണം തന്നെയായിരുന്നു ആഗ്രഹം. അഭിനയം എങ്ങനെയാണ്, മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്, ക്യാമറ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ കുറെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇങ്ങനൊരു ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ നിന്ന്, എനിക്ക് കുറച്ച് പേരെ ഒന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് ഞാൻ വന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഓഫേഴ്സ് എല്ലാം സ്വീകരിക്കുമായിരുന്നു. എല്ലാ സിനിമകളും ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ ഇങ്ങോട്ട് ഇപ്പൊ ഞാൻ അത്യാവശ്യം സെലക്റ്റീവ് ആണെന്ന് തന്നെ പറയാം. കാരണം എനിക്കറിയാം ഒരു കോൾ വരും എന്നുള്ള എനിക്ക് വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന എല്ലാ ഓഫേഴ്സും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ഇപ്പൊ എനിക്കില്ല. അത്യാവശ്യം സെലക്റ്റീവ് ആണ്. വരുന്നതിൽ ബെറ്റർ എന്ന് തോന്നുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തതെല്ലാം ഞാൻ ഇഷ്ടത്തോടെയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതുവരെ ചെയ്ത സിനിമകളും ഞാൻ ഏറെ ഇഷ്ടത്തോടെ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും. ഫസ്റ്റ് സിനിമയ്ക്ക് ശേഷം ഞാൻ ചെയ്യുന്നത് ചേകവർ എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. അതിൽ ഇന്ദ്രേട്ടന്റെ സിസ്റ്റർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഇന്നും എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. വളരെ ബബ്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഗൗരി എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അതിനുശേഷം ചെയ്തതിൽ ജനപ്രിയൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ബോബൻ സാമുവൽ ആയിരുന്നു അതിന്റെ ഡയറക്ടർ, കൃഷ്ണ പൂജപ്പുര സ്ക്രിപ്റ്റ് റൈറ്റർ. പിന്നെ ഒരു ചെറിയ ക്യാരക്ടറാണെങ്കിലും ചെയ്തതിൽ എനിക്ക് സന്തോഷം തോന്നിയിട്ടുള്ളത് ആൾക്കാർ ഇന്നും അഭിപ്രായം പറയുന്ന ഒന്നാണ് ഫോർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമയിലെ ക്യാരക്ടർ. ഫോർ ഫ്രണ്ട്സിൽ വളരെ ചെറിയൊരു ക്യാരക്ടറാണ്. പക്ഷെ ആ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്കൊരു ഇഷ്ടമായിരുന്നു. സജിചേട്ടൻ, കൃഷ്ണ പൂജപ്പുര, കൃഷ്ണേട്ടൻ, അനിൽ നായർ, ആ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ ചെയ്തൊരു സിനിമയാണ്. വിളിച്ചപ്പോഴേ അവർ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു, നമ്മുടെ കാസ്റ്റ് ഇങ്ങനെയൊക്കെയാണ്, ഫോർ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ലീഡിംഗ് ക്യാരക്ടർ ഇന്ന ആൾക്കാരാണ്, പക്ഷെ ഇതിലൊരു ക്യാരക്ടറാണ്, ഇത്രയേ ഉള്ളൂ ക്യാരക്ടർ എന്ന് അവരെന്റെ അടുത്ത് വ്യക്തമായി പറഞ്ഞിരുന്നു. എന്റെ ഒരു താല്പര്യത്തിന്റെ പുറത്ത് ഞാൻ ചെയ്ത സിനിമയാണത്. ബട്ട് ഇന്നും എന്റെ അടുത്ത് ആൾക്കാർ കാണുമ്പോൾ പറയാറുണ്ട്, എന്നാലും ചാക്കോസിനോട് അവർ ചതി വേണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. സാധാരണക്കാരിൽ നിന്ന് കിട്ടുന്ന അത്രയും കമന്റുകൾ എന്ന് പറയുന്നത് എനിക്ക് ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ സിനിമ കണ്ടിറങ്ങുമ്പോഴും എറണാകുളം പത്മയിൽ ഇതേപോലത്തെ കുറെ അഭിപ്രായങ്ങളൊക്കെ നേരിട്ട് എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ആൾക്കാരിൽ. പിന്നെ അതേപോലെ തന്നെ സിദ്ധാർത്ഥ ഭരതന്റെ നിദ്രയിലും എന്റെ ഒരു ചെറിയൊരു കഥാപാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതേപോലെ തന്നെ ഒരു നല്ല സിനിമയുടെ ഭാഗമായി എന്നുള്ള ഒരു സന്തോഷം നിദ്ര എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഭരതൻ സാറിന്റെ ഒരു സിനിമ മകൻ റിമേക്ക് ചെയ്യുന്നു, ലളിതാമ്മ അതേ ക്യാരക്ടർ അവതരിപ്പിക്കുന്നു, അതിലുള്ള കുറെ ആൾക്കാർ വർക്ക് ചെയ്യുന്നു. കംപ്ലീറ്റ് റഫീഖ് അഹമ്മദ് മുതൽ സമീർ താഹിർ മുതൽ എല്ലാം നല്ലൊരു ക്രൂ ആയിരുന്നു ആ സിനിമ. റിമ, ജിഷ്ണുവേട്ടൻ, സിധുവേട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സിനിമയുടെ ഭാഗമായി എന്നുള്ളത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. കംപ്ലീറ്റ് നമ്മൾ ചെയ്തൊരു നല്ല വർക്ക് കാണുമ്പോൾ അതിന്റെ ഒരു പാട്ടാവുക എന്നുള്ളത് എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് സന്തോഷം തരാറുണ്ട്. മറ്റൊന്നായിരുന്നു മണി ബാക്ക് പോളിസി എന്ന് പറഞ്ഞ സിനിമ. അതില് ശ്രീനിയേട്ടന്റെ വൈഫായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും എന്റെ അടുത്ത് ചോദിച്ചു, ശ്രീനിയേട്ടന്റെ വൈഫായിട്ടൊക്കെ എന്തിനാ ചെയ്തതെന്നുള്ളത്. ബട്ട് എന്റെ പ്രായത്തിലുള്ള ഒരു ക്യാരക്ടർ ഒരു പോർട്രേ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമേ അല്ല. കോളേജ് ഗോയിങ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. എനിക്ക് കാഷ്വൽ ഇതേപോലെ തന്നെ ക്യാമറയുടെ മുമ്പിൽ നിന്നാൽ മതി. ബട്ട് എന്നെക്കാൾ കുറച്ചുകൂടി ഏജ് കൂടുതലുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ കുറവുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു റിസ്ക് ഉണ്ട്, അതൊന്ന് പ്രതിഫലിപ്പിക്കുക എന്നുള്ളത്.
അപ്പൊ അത്തരം കഥാപാത്രങ്ങൾ എനിക്കിഷ്ടമാണ്. അതിന് മുമ്പ് ഞാൻ സരോജ് കുമാർ ശ്രീനേട്ടനോട് ഒരു സോങ് ചെയ്തിട്ടുണ്ട്. ബട്ട് ത്രൂ ഔട്ട് ഒരു വൈഫായിട്ട് ഞാൻ അഭിനയിക്കുന്ന മണി ബാക്ക് പോളിസിയിലായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പമുള്ള അഭിനയം, ആ ഒരു ഇന്ററാക്ഷൻസ് ഒക്കെ ആഗ്രഹിച്ച് തന്നെയാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ചെറിയ ചെറിയ പാഠങ്ങൾ അഭിനയത്തിന്റെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്തത്. അതേപോലെ തന്നെ വിജയ് തമ്പി സാറിന്റെ സിനിമ ചെയ്തിരുന്നു, നാടകമേ ഉലകം എന്ന് പറഞ്ഞിട്ട്. അതിൽ മുകേഷ് ഏട്ടനായിരുന്നു പേരായിട്ടുള്ളത്. ഇനിയിപ്പോ റിലീസ് ആവാനുള്ളത് തോംസൺ വില്ല എന്ന് പറയുന്ന സിനിമ റിലീസ് ആവാൻ കാത്തിരിക്കുന്നു. അതില് അനന്യ, ഞാൻ, ഹേമന്ത്, പിന്നെ ഒരു കൊച്ചു മോനുണ്ട് ഗൗരി ശങ്കർ എന്ന് പറഞ്ഞിട്ട്. അവനാണ് പടത്തിലെ ഹീറോ. തോംസൺ വില്ലയിലെ ഹീറോ എന്ന് പറയുന്നത് അവനാണ്. അതേപോലെ കൊന്തയും പൂണൂലും എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ജിജു ആന്റണിയാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. കൊന്തയും പൂണൂലും വേറൊരു രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ചിത്രമാണ്. പറ്റി അധികം ഞാൻ സംസാരിക്കുന്നില്ല. ന്യൂ ജനറേഷൻ എന്ന് പറയാം, ബട്ട് ന്യൂ ജനറേഷന്റെ സാധാരണ ഫാക്ടേഴ്സ് അല്ലാതെ മറ്റു ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയാണ് കൊന്തയും പൂണൂലും. ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ടാഗ് ലൈനോട് പേഴ്സണലി എനിക്ക് യോജിപ്പില്ലാത്ത ഒരാളാണ്. കാരണം ന്യൂ ജനറേഷൻ സിനിമകൾ എന്നും ഉണ്ടായിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും അവരുടെ ജനതയിൽ അല്ലെങ്കിൽ അന്നത്തെ യൂത്തിന്റെ കഥകൾ പറഞ്ഞതെല്ലാം ന്യൂ ജനറേഷനാണ്. ന്യൂ ജനറേഷൻ എന്ന ടാഗ് ലൈൻ ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഭരതൻ സാറിന്റെയും പത്മരാജൻ സാറിന്റെയും സിനിമകളാണ് ഏറ്റവും നല്ല ന്യൂ ജനറേഷൻ സിനിമകൾ. അതിനെ കടത്തി വെട്ടി ഇന്നിവിടെ കാണിക്കുന്ന ചില മറവിലുള്ള കാര്യങ്ങൾ കാണിച്ച് വിളിച്ചു പറഞ്ഞ് അതാണ് ന്യൂ ജനറേഷൻ എന്നുള്ള ടാഗ് ലൈൻ കാണിക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. പച്ച ആക്ച്വലി അതൊരു ഷോർട്ട് ഫിലിം ആക്കണം എന്നുള്ള പ്ലാനൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം എഴുതുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും കാര്യങ്ങൾ കണ്ടാൽ കുറിച്ച് വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഹൗസ്ഫുൾ എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ ഹൗസ്ഫുള്ളിൽ ഞാൻ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യാൻ പോയിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് എന്റെ ഫ്രണ്ടായ ലിൻസൺ ആന്റണി, ലിൻസൺ ചേട്ടനെ കണ്ടു. അപ്പൊ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ലിൻസൺ ചേട്ടൻ പറഞ്ഞു അത് എഴുതി വെക്കേണ്ട, നമുക്ക് ഷോർട്ട് ഫിലിം ആക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. പിന്നെ അത് എങ്ങനെ എടുക്കണം, ഒരു സ്റ്റോറി ലൈനിൽ പറയാനുള്ള ഒരു കഥ ഇല്ലായിരുന്നു അതിൽ. അതുകൊണ്ട് തന്നെ അത് നരേഷൻ മോഡലാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ സ്ക്രിപ്റ്റ് മാത്രം ഞാൻ വിഷ്വലൈസ് ചെയ്തു, അതേ ഞാൻ പച്ചയിൽ ചെയ്തിട്ടുള്ളൂ. അതിനെ ഒന്നും എക്സാഗ്രേറ്റ് ചെയ്തിട്ടില്ല അതൊരു ഷോർട്ട് ഫിലിം ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കംപ്ലീറ്റ് ഒരു ഫ്രണ്ട്സിന്റെ കൂട്ടായ്മയായിരുന്നു പച്ച എന്ന് പറയുന്നത്. ലിൻസൺ ചേട്ടൻ്റെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ക്യാമറ ചെയ്തിരുന്ന ഫാസിലാണ്. അദ്ദേഹം എനിക്ക് നിദ്രയിൽ പരിചയമുണ്ട്. നിദ്രയുടെ അസോസിയേറ്റ് ക്യാമറാമാൻ ആയിരുന്നു. മ്യൂസിക് ചെയ്തത് ഗൗതം റിനിലാണ്. റിനേട്ടൻ ജനപ്രിയ, ഞാൻ അഭിനയിച്ച ജനപ്രിയന്റെ മ്യൂസിക് ഡയറക്ടറായിരുന്നു. ലിറിക്സ് എഴുതിയിട്ടുള്ളത് ഹരി പി നായർ, എന്റെ അടുത്ത സുഹൃത്താണ്. വോയിസ് ഓവർ തന്നിട്ടുള്ളത് ഭാമയാണ്. അതിൽ പാട്ട് പാടിയിട്ടുള്ളത് അനന്യയാണ്. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ്ലി ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കൾ ചേർന്നിട്ടുള്ള ഒരു ശ്രമമായിരുന്നു പച്ച. എന്റെ മാത്രം ആണ് പച്ച എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ടീം വർക്ക്. പുതിയ സംവിധാന പ്ലാൻസ് ഒന്നും തൽക്കാലം ഇല്ല എന്ന് പറയാം. ഞാനൊരു പുസ്തകം ഇറക്കിയിരുന്നു. അപ്പൊ അതിലെ കേശഭാരം എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. അപ്പൊ അതൊന്ന് വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു ആലോചനയുണ്ട്. ബട്ട് സംവിധാനം ഞാനായിരിക്കില്ല. അതൊരു ഷോർട്ട് ഫിലിം ഒരു സ്ക്രിപ്റ്റ് മോഡിലേക്ക് ഞാൻ മാറ്റിയതിനു ശേഷം മിക്കവാറും മറ്റൊരാളായിരിക്കും ഡയറക്ട് ചെയ്യുക. അത്തരത്തിലുള്ളൊരു ആലോചനയുണ്ട്. ഞാൻ ഡയറക്ട് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ തൽക്കാലം പ്ലാനിങ് ഇല്ല. കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ രീതിയിലാണ്. സിനിമ എന്ന് പറയുന്നത് എനിക്ക് എന്റെ പ്രൊഫഷനാണ്, എന്റെ പാഷനാണ്. എഴുത്ത് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പൊ ഞാൻ എന്റെ സൗകര്യത്തിനനുസരിച്ച് എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ എഴുതാറ്. അഭിനയം പലപ്പോഴും സംവിധായകന്റെ കീഴിൽ തിരക്കഥാകൃത്തുകൾ പറയുന്ന വാക്കുകൾ ഞാൻ പറയുന്നു ക്യാമറയുടെ മുമ്പിൽ നിന്നാണ്. അപ്പൊ അവിടെ പേഴ്സണലി എന്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത് കുറവാണ്. എഴുത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം. എഴുത്ത് വായനയാണ് എന്റെ പേഴ്സണൽ ഇഷ്ടങ്ങൾ. ബട്ട് അഭിനയം എന്ന് പറയുന്നത് പ്രൊഫഷൻ പ്ലസ് ഒരു പാഷനാണ് ഇപ്പോൾ. അപ്പൊ അതും ഞാൻ ആസ്വദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇഷ്ടമുള്ള മറ്റൊരു കാര്യമാണ് നൃത്തം എന്ന് പറയുന്നത്. ഡാൻസ് പെർഫോം ചെയ്യുക എന്ന് പറയുന്നതും എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യം. കഥാകാരി എന്നുള്ള നിലയിലും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലും ഒബ്സർവേഷൻ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്റെ കഥകളിലുള്ള കഥാപാത്രങ്ങളെല്ലാം എനിക്ക് ചുറ്റും ജീവിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ജീവിക്കുന്നവർ തന്നെയാണ്. ഞാൻ ഭാവനയിൽ നിന്ന് കണ്ടെടുത്ത കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കുറവാണ്. എല്ലാം എനിക്ക് ചുറ്റുപാടുമുള്ള ആൾക്കാരെ തന്നെ ഞാൻ പല പേരുകളിൽ പല അവസ്ഥകളിലേക്ക് മാറ്റി താമസിപ്പിക്കുക പാർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചില സാഹചര്യങ്ങളിലൊക്കെ കാണുമ്പോൾ ഇപ്പൊ അമ്മ പറയാറുണ്ട് മിക്കവാറും നീ ഇവരെ ഒരു കഥാപാത്രമായി മാറ്റാനുള്ള സാധ്യത കാണുന്നു എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഓരോ ആൾക്കാരിലും ഓരോ പെക്യുലാരിറ്റീസ്, അവരുടെ ചില സ്വഭാവ സവിശേഷതകൾ കണ്ടെത്താൻ എനിക്ക് ഇഷ്ടമാണ്. എനിക്കൊരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഒരു പരിമിതികൾ എന്നുള്ള രീതിയിൽ ഒന്നും തോന്നിയിട്ടില്ല ഇൻഡസ്ട്രിയിൽ. ഞാനിപ്പോ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. പലപ്പോഴും ലൊക്കേഷനുകളിൽ തനിയെ പോകുന്ന ഒരാളാണ്. പക്ഷെ എനിക്കിതുവരെ അങ്ങനെ ഒരു മോശം ഒരു സമീപനം എന്ന് പറയുന്നത് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ആ രീതിയിലുള്ള പ്രശ്നങ്ങളും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. സിനിമയിൽ എനിക്ക് അങ്ങനെ പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും ഇൻഡസ്ട്രി നമ്മളോടുന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഏത് മേഖലയായാലും നമ്മൾ എന്താണോ മേഖലയിലേക്ക് കൊടുക്കുന്നത് അതായിരിക്കും തിരിച്ച് നമുക്കും കിട്ടുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ നമുക്ക്
കഴിവുകളില്ല, നമുക്ക് സിനിമയ്ക്ക് ഇൻഡസ്ട്രിക്ക് ആവശ്യമായ കഴിവുകളില്ല, രൂപഗുണങ്ങളില്ല, എന്നാലും എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തിപ്പെടണം എന്നുള്ള ഒരു ചിന്തയുമായി മുന്നേറുന്ന ചില കുട്ടികളായിരിക്കാം ഇത്തരം പ്രശ്നങ്ങളിൽ വന്നു ചേർന്നത്. അതല്ലാതെ ഇന്നിപ്പോ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു കുട്ടിക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രലോഭനങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് സിനിമ. നമുക്ക് അവിടെ വേണമെങ്കിൽ ഒരു അസിസ്റ്റന്റിനെ കൊണ്ടുപോകാം, പേഴ്സണൽ മേക്കപ്പ് മാനെ കൊണ്ടുപോകാം, പാരന്റ്സിനെ കൊണ്ടുപോകാം. അപ്പൊ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. വേറെ ഒരു ജോലിക്കും എനിക്ക് തോന്നുന്നില്ല പാരന്റ്സിനെ നമുക്ക് കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ എനിക്കിതുവരെ പ്രലോഭനങ്ങളൊന്നും വന്നിട്ടില്ല, അത്തരം പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടുമില്ല. അങ്ങനെ വന്നാൽ അത് ബോൾഡായി നേരിടാൻ എനിക്കറിയാം. സിനിമയിൽ അല്ലാതെ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫ് ചെറിയ ചെറിയ സന്തോഷങ്ങളുടെയും ചെറിയ ചെറിയ വിഷമങ്ങളുടെയും മാത്രമാണ്. അപ്പൊ എനിക്ക് എല്ലാ നല്ല മൂമെന്റ്സും സന്തോഷം തരുന്നത് തന്നെയാണ്. പെർട്ടിക്കുലർലി ഓർത്ത് വെക്കാൻ ഒരു മൂമെന്റ് ഒന്നുമില്ല. മറക്കാൻ സാധിക്കാത്തൊരു വിഷമം എന്ന് പറയുന്നത് അച്ഛന്റെ വേർപാടാണ്. ഒരു 5 മാസത്തോളം ആവുന്നു അച്ഛൻ പോയിട്ട്. പക്ഷെ അച്ഛൻ്റെ ഒരു വേർപാടെന്ന് പറയുന്നത് ഇപ്പോഴും ഏറ്റവും വലിയൊരു പെയിൻ തന്നെയാണ്. വിവാഹം, ഞാൻ വളരെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും വിവാഹം, ഫാമിലി, കുട്ടികൾ, ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. അതിന്റെ ഒരു സമയത്തിൽ തന്നെ സെറ്റിൽഡ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ എല്ലാം അതിൻ്റെതായ രീതിയിൽ നടക്കുമെന്ന് വിശ്വസിക്കുകയും കൂടെ ചെയ്യുന്ന ഒരാളാണ്. പ്രണയവിവാഹത്തെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു അറേഞ്ച്ഡ് മാരേജിനോട് എനിക്ക് അത്ര യോജിപ്പുണ്ട്. പ്രണയം ഒരു ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആണ്, തീർച്ചയായും യോജിപ്പുണ്ട്. അല്ലാതെ ലവ് മാത്രമുള്ള ഒരു വിപ്ലവ വിവാഹത്തിനും എനിക്ക് യോജിപ്പില്ല. പക്ഷെ പ്രണയവിവാഹത്തിനോടാണ് എനിക്ക് പേഴ്സണലി താല്പര്യം. തീർച്ചയായും എന്റെ ഒരു പ്രണയവിവാഹമായിരിക്കും. എന്റെ ലൈഫിൽ സൗഹൃദങ്ങളാണ് എല്ലാം ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഏതൊരു ആപത്ത് വന്നാലും ഏതൊരു പ്രശ്നത്തിലും സന്തോഷത്തിലും ഒക്കെ എന്റെ കൂടെ ഉണ്ടായിട്ടുള്ളത് സുഹൃത്തുക്കൾ തന്നെയാണ്. അതൊരു വലിയ ആഷ്പുഷ് കാണിച്ചിട്ടുള്ള സൗഹൃദങ്ങളല്ല ഞങ്ങളുടെ തോന്നുന്നു. ചിലപ്പോൾ കുറെ നാൾ കോണ്ടാക്ട്സ് ഉണ്ടാവില്ല, ചിലപ്പോ എന്നും വിളിക്കുന്നുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പാർട്ടി പോവുക, DJക്ക് പോവുക, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള സൗഹൃദങ്ങൾ എനിക്ക് കുറവാണ്. പക്ഷേ ഒരു ആവശ്യം വന്നാൽ ഇവരെല്ലാവരും എനിക്ക് ഓടിയെത്താറുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് ഞാനും എത്താറുണ്ട്. സൗഹൃദങ്ങളാണ് എനിക്കെല്ലാം. ഞാൻ 5th മുതൽ +2 വരെ ഒരു ഗേൾസ് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ അന്ന് 5ാം ക്ലാസ് മുതൽ എന്റെ ഒപ്പം പഠിച്ച സുഹൃത്തുക്കൾ ഇന്നും എന്റെ ഒപ്പം ഉണ്ട്. പലരും ഫാമിലിയായി, സെറ്റിൽഡ് ആയി, കുഞ്ഞുങ്ങളായി. പക്ഷെ അവരെല്ലാവരും ഇന്നും ആ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നു.